ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റുള്ള സിഗ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. അപ്പം ശരിക്കും നല്ല നമ്മളിതിന് നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലായിട്ട് നമുക്ക് കുറേ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ സ്വിച്ചസിനൊക്കെ ആവശ്യമുണ്ടാവും. അപ്പം ഞാനിപ്പോൾ കാലിക്കറ്റ് കുറേ ബ്രാൻഡിൻ്റെ സ്വിച്ചുകളൊക്കെ നോക്കിയ സമയത്ത് ഒരാൾ എനിക്ക് പരിചയപ്പെടുന്നു. ഇവിടെ കോഴിക്കോട് നമ്മൾ ടച്ച് സ്വിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സ്വിച്ചുകളൊക്കെ അവർ മാനുഫാക്ചർ ചെയ്ത് തരുന്ന ഒരു ന്യൂസും കേട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അവരെ സ്ഥാപനത്തിൽ വന്നിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞാനായിട്ട് ഇവിടെ സിഗ ഓട്ടോമേഷൻ്റെ ഓപ്പറേഷൻ ഹെഡ് മിസ്റ്റർ ഫഹീം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫഹീമിനോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ സ്വിച്ചസിൻ്റെ ശരിക്കും എന്താണ് ഈ ടച്ച് സ്വിച്ചും സാധാ സ്വിച്ചും തമ്മിലെ ഡിഫറൻസ് എന്താണ്? നമുക്ക് ടച്ച് സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്മാർട്ട് ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ നോർമൽ സ്വിച്ച് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ടച്ച് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മൊബൈലിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റ് ഇതെല്ലാം ത്രൂ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ ഡൗട്ട് എവിടെയാണ് ശരിക്കും ഈ ടച്ച് നമ്മളിപ്പോൾ ഒരു സാധാരണ സ്വിച്ച് വെക്കാമല്ലോ, ആ സാധാ സ്വിച്ചിന്റെ സ്പേസിൽ തന്നെ നമുക്ക് ഈ ടച്ച് വെക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ എക്സിസ്റ്റിംഗ് വയറിംഗിൽ നമുക്ക് ഒരു സംഭവങ്ങളും ചേഞ്ച് ചെയ്യണ്ട. നമ്മൾ നോർമൽ 1MD ആണോ 2MD ആണോ 3MD ആണോ ഏതാണോ മെറ്റൽ ബോക്സ് വെച്ചിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഇപ്പൊ നോർമൽ നമ്മൾ 8MD സ്വിച്ച് ബോർഡിലൊക്കെ ആണെങ്കിൽ ആകെ 8 സ്വിച്ചാണ് നോർമൽ സ്വിച്ച് പോകുള്ളൂ. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10 സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ 10 സ്വിച്ച് കൊടുക്കാം. അപ്പൊ അത് ശരിക്കും എങ്ങനെ നമ്മൾ 10 നമുക്ക് എനിക്ക് 9 വേണ്ടി 9 ഉണ്ടാക്കി തരാൻ പറ്റും. 9 ഉണ്ടാക്കി തരാൻ. എന്താണോ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താ വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇത് മേക്ക് ചെയ്ത് ഉണ്ടാക്കി വരും. ശരിക്കും ഇത് ഗ്ലാസ്സിലല്ലേ വരുന്നത്? അപ്പൊ ഇപ്പുറത്ത് ഞാൻ കണ്ടത് അക്രലിക് ആണ്. അത് ശരിക്കും എന്താണ് ഈ ഗ്ലാസും അക്രലിക്കും തമ്മിലെ ഇത് പാം അതേപോലെ ക്രൂയിസ് എന്താണ്? നമ്മളെ സിഗയിൽ വരുന്നത് 2 മോഡൽ വരുന്നുണ്ട്. ഒന്ന് ക്രൂസ് പറഞ്ഞിട്ടുള്ള മോഡലും വരുന്നുണ്ട്, പാം പറഞ്ഞിട്ടുള്ള മോഡലും വരുന്നുണ്ട്. നമുക്ക് പാമില് പ്ലഗ് എല്ലാം നമ്മൾ 2-in-1 സോക്കറ്റ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാമിലേക്ക് പോകണം. അതുപോലെ തന്നെ ഇത് നോർമൽ രീതിയിലാണെങ്കിൽ ഇതിൽ നമുക്ക് 2-in-1 സോക്കറ്റ് ഉണ്ടാവില്ല, പ്ലഗ് ഉണ്ടാവില്ല, അല്ലാത്ത രീതിയിലാണ് വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ടച്ച് സ്വിച്ചസിന്റെ പ്രത്യേകത നമ്മളെ സാധാ സ്വിച്ചും നമ്മൾ ടച്ച് സ്വിച്ചും തമ്മിലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോർമൽ സ്വിച്ച് ആണെങ്കിൽ 1 മില്യൺ ടച്ച് ആണ് അതിന്റെ ടച്ച് കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ നമ്മുടെ ടച്ച് സ്വിച്ചസ് വരുന്നത് 10 മില്യൺ ടച്ച് ആണ്. പിന്നെ പ്രായമായ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് റിമോട്ട് നമ്മളെ സാധാരണ നോർമൽ ടിവിക്കൊക്കെ യൂസ് ചെയ്യുന്ന റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ഒരു സ്വിച്ചിനകത്ത് എനിക്ക് 10 സ്വിച്ച് ഉണ്ട് നോക്കാം. ഞാൻ 10 സ്വിച്ചിന്റെ ഒരു ഡിവൈസ് ആണ് വാങ്ങിച്ചുള്ളത്. അപ്പൊ എനിക്ക് ഈ 10 സ്വിച്ച് നമുക്ക് റിമോട്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. 10 സ്വിച്ച് നമുക്ക് റിമോട്ട് വഴി മൊബൈൽ വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് മൊബൈൽ വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് മൊബൈലും ഇതൊന്നും ഉപയോഗിക്കാം, എനിക്ക് സംസാരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ സൊല്യൂഷൻസ് ഉണ്ടോ? അത് നമ്മൾ പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ ഫോണിൽ ഏതാണോ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ സിറി യൂസ് ചെയ്യാം. സിറി ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ അസിസ്റ്റ് ആണെങ്കിൽ അതിൽ ചെയ്യാം. ഇനിയിപ്പോ ആമസോൺ അലക്സ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാം. വേറെ ഡൗട്ട് വെച്ചാൽ ഇതിനകത്ത് നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ അല്ല നല്ല ഇടിമഴയൊക്കെ സമയമാണ്. അപ്പൊ എന്താ ഈ വോൾട്ടേജ് വേരിയേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ ഡിഫറൻറ്റ്? നമ്മളെ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മളെ ഡിവൈസ് വെക്കുന്നതോടുകൂടി നോർമൽ സ്വിച്ചിൽ നിന്നും മാറ്റം എന്താ വെച്ചാൽ നമ്മളെ അപ്ലയൻസസിന് സേഫ്റ്റി ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിലെ ഒരു വോൾട്ടേജ് ഹയർ ആയിട്ടുള്ള വോൾട്ടേജ് ഇപ്പം നമ്മൾ നോർമൽ വോൾട്ടേജ് വരുന്നത് 220 വോൾട്ട് ആണ്. അതിന് 350 ആൻഡ് എബോവ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകും. അപ്പം മുകളിലേക്ക് പിന്നീടുള്ള വോൾട്ടേജിനെ അങ്ങോട്ടേക്ക് കടത്തി വിടില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൂടി വോൾട്ടേജ് വളരെ കുറവാണെങ്കിലും അത് കട്ട് ഓഫ് ആകും. അതായത് ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ശരിക്കും ഇത് നമ്മളിപ്പോ ഒരു ഓർഡർ ഒരു പുതിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാലോ ഒരു വയറിംഗ് ഇതൊക്കെ മാക്സിമം ഒരു 1 വീക്ക് ഒരു 10 ദിവസമൊക്കെ ഇതൊക്കെ അവസാന ഘട്ടത്തിലാണല്ലേ. അപ്പൊ നിങ്ങളോട് എത്ര ദിവസം മുന്നേ പറഞ്ഞു കഴിഞ്ഞാലാണ് ഇത് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുക? നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വീക്ക് മുന്നേ നമുക്ക് റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് ഫിക്സ് ചെയ്യാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി തരാം. തീർച്ചയായിട്ടും. അതായത് നമുക്ക് എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് ഡിസൈൻ ഇപ്പൊ TV ആണെങ്കിൽ ടിവിന്റെ ഫോട്ടോസ് അവിടെ വരണം. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ഓരോ അപ്ലയൻസിന്റെ ഫോട്ടോസ് വേണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. നിങ്ങൾ എന്താണോ റിക്വയർമെന്റ് പറഞ്ഞത് അതിനനുസരിച്ച് നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത് എന്താണോ നിങ്ങൾ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി ആ രൂപത്തിൽ തന്നെ ഉണ്ടാക്കി. പിന്നെ ശരിക്കും ഈ ഓട്ടോമേഷനിൽ ശരിക്കും ടച്ച് സ്വിച്ചസ് അല്ലാതെ വേറെ എന്തൊക്കെ കാര്യമാണ് നിങ്ങൾ ഈ ഓട്ടോമേഷനിൽ നമുക്ക് ഇത് വരുന്നത്? ഇപ്പൊ നോർമലി ഒരു വീടുകളിൽ കംപ്ലീറ്റ് സ്വിച്ചസ് എല്ലാം വെച്ച് നോർമൽ സ്വിച്ചസ് എല്ലാം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ ആയിട്ട് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സാധാ സ്വിച്ചിന്റെ ഉള്ളിൽ വെക്കുന്ന ടൈപ്പ് മൊഡ്യൂൾസ് വരുന്നുണ്ട്. നമുക്ക് ആ മൊഡ്യൂൾ വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്കിത് ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ് വരുന്ന സംഗതിയല്ല. അത് നമുക്ക് ഞാൻ തന്നെ ചോദിക്കുന്നത്, ഒരു സാധാരണക്കാരന് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത് വീട് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും. കാരണം 2-way വയറിങ്ങിനുള്ള കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും. മാസ്റ്റർ സ്വിച്ചിനുള്ള വയറിംഗ് ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. ഒരാവശ്യമില്ല. നമ്മൾ സീന്
ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാസ്റ്റർ സ്വിച്ച് ആയിട്ട് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ 2-way സ്വിച്ചിന്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ കയ്യിൽ ഫുൾ ടൈം മൊബൈൽ ആണ്, അല്ലെങ്കിൽ വോയിസ് ഇന്റഗ്രേഷൻ ഉണ്ട്, പിന്നെ റിമോട്ട് ഉണ്ട്, എല്ലാം ത്രൂ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുകയാണ്. ഇതിന്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. വെറും എന്റെ ഒരു എന്താ പറയുക സിറ്റ് ഔട്ടിലൊക്കെ ഒരു സ്വിച്ച് ഈ സ്മാർട്ട് ആക്കണം. അപ്പൊ എന്റെ കയ്യിൽ ആകെ എന്ന് വെച്ചാൽ വളരെ ഒരു 10-15,000 രൂപയുള്ളൂ. അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അതും നല്ല ക്വാളിറ്റി. പിന്നെ ശരിക്കും സ്വിച്ചസ് അല്ല, നമ്മളിപ്പോ സ്വിച്ചസ് എല്ലാം സ്മാർട്ട് ആക്കാന്നാണോ? അപ്പൊ എനിക്ക് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ കുറെ അപ്ലയൻസ് ഉണ്ടാവുമല്ലോ, സ്വിച്ചസ് അല്ലാത്ത കുറെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് ശരിക്കും നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്? നമുക്ക് വരുന്നത് കർട്ടൺ മോട്ടോഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് മോട്ടോഴ്സ് വരുന്നുണ്ട്. ഈ കർട്ടൺ ഓട്ടോമേറ്റഡ് ആണോ? തീർച്ചയായിട്ടും. ഇത് എനിക്ക് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും? നമുക്ക് ഇവിടെ ഉള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം ഈ കർട്ടൺ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെയുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിൽ സിഗാറിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിൽ എല്ലാം ഇപ്പം ഇത് നമ്മളെ റിസപ്ഷൻ റൂമാണ്. റിസപ്ഷൻ റൂമിൽ ഓരോ ലൈറ്റും നമുക്ക് ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കേട്ടോ, ഇതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈറ്റ് എല്ലാം ഇതിലൂടെ കൺട്രോൾ ഓൺ ആക്കാം, ഓഫ് ആക്കാം, എല്ലാം. ഇത് എവിടെ വേൾഡിൽ എവിടെ നിന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ആ കർട്ടണിലേക്ക് നോക്കാം കേട്ടോ. കർട്ടൺ നമുക്ക് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കർട്ടൺ അവിടെ ഓപ്പൺ ആയി. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇവിടെ കർട്ടൺ ഓപ്പൺ ആക്കി കൊടുക്കാം. അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ ക്ലോസ് ആക്കാം. അതുപോലത്തെ ഇങ്ങനത്തെ ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളുടെ പിന്നെ എല്ലാവരുടെയും ഇപ്പൊ നിങ്ങളൊരു വലിയ വീട് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു അത്യാവശ്യം ആർക്കിടെക്ട് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന വീട് നോക്കുകയാണെങ്കിൽ ഒരുവിധം വീടുകളിലൊക്കെ നിങ്ങൾക്ക് ടച്ച് സ്വിച്ച്, സിഗയുടെ ടച്ച് സ്വിച്ചസ് കാണാം. ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ബാക്കിലുള്ള സ്വിച്ച് ബോർഡ് നോക്കിയാൽ മതി, സിഗയുടെ ടച്ച് സ്വിച്ചസ് ആയിരിക്കും. അല്ല, ഞാനിത് ഈ പ്രീമിയം കാറ്റഗറിയിൽ കുറെ സ്വിച്ചസ് ഒക്കെ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പൊ ഞാനിപ്പോ ഈ സാധാ സ്വിച്ചസ് തെരഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള എന്ത് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, സാധാരണ സ്വിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പൊ ആ സമയത്ത് അവർ പറയുകയാണെങ്കിൽ ഈ ടച്ച് തമ്മിൽ വലിയ കോസ്റ്റ് ഡിഫറൻസ് വരുമോ? ഇല്ല, വലിയ കോസ്റ്റ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ചെറിയ ഒരു മാറ്റം വരുന്നുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഇത് വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് വയറിംഗ് കോസ്റ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ വയറിംഗ് കോസ്റ്റിൽ നമുക്ക് മറ്റു സ്വിച്ച് വ്യത്യാസത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ വേറെന്തോ 1 മില്യൺ 10 മില്യൺ ടച്ച് എന്ന് പറഞ്ഞല്ലോ. അതെ, ശരിക്കും അതിനെ കുറിച്ച് ചെറിയ ഡീറ്റെയിൽസ് പറയാം. തീർച്ചയായിട്ടും. നമ്മള് നോർമൽ സ്വിച്ചസ് എല്ലാം വരുന്നത് എന്താ വെച്ചാൽ നമ്മള് ഇതിന്റെ പിന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പ്രിങ്ങിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് 1 മില്യൺ ടച്ച് ആണ് അത് കമ്പനികളൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 മില്യൺ ടച്ച് ആണ് ഇതിമേൽ ടച്ച് ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്യുന്നതോട് കൂടി കൂടുതൽ ടച്ചും ഇതിമേ വരുന്നില്ല. അപ്പൊ നമുക്ക് ലൈഫ് ടൈം ഒരു യൂസിങ് തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇതിനെ കുറിച്ച് ശരിക്കും എന്തായാലും വേറെ ഇപ്പൊ ഒന്നല്ലോ നമ്മള് ടച്ചും കാർട്ടണും ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാൻ എന്താ അതിന്റെ സൊല്യൂഷൻ? ഇപ്പൊ നമ്മൾ ഒരാൾ ഒരു ഓർഡർ, നമ്മളൊരു കസ്റ്റമർ ഒരു ഓർഡർ തന്നാൽ, ഒരു ഡീലർ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുക ഇത് ഇൻസ്റ്റാളേഷന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഡീലേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഡീലേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മളുടെ ഡീലേഴ്സ് ആണ് ഇത് കൺട്രോൾ ചെയ്യുക. അവരാണ് ഇത് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി അവർക്ക് പിന്നെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം അവർക്ക് നമ്മൾ കംപ്ലീറ്റ് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നോർമലി അത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രൊവൈഡ് ചെയ്യുക. വയറിംഗിൽ ചെയ്യുന്നതിന് മുമ്പ് വയറിംഗിൽ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഒരു ചേഞ്ചസും വരുന്നുണ്ട്. അപ്പൊ പല ഓട്ടോമേഷനുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഒരു ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കേബിളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വലിച്ച് അതിന് സെപ്പറേറ്റ് DB വെച്ച് ഇതിന് ഇങ്ങനെ കീപ്പ് ചെയ്ത് അത് അങ്ങനെ കീപ്പ് ചെയ്തെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എക്സിസ്റ്റിംഗ് എന്താണോ ഉള്ളത് അതിൽ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. പിന്നെ ഏതായാലും ഇതിന്റെ അവരെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ വെച്ചാൽ ഇതേപോലെ നിങ്ങളെ വീട്ടിലേക്ക് ടച്ച് സ്വിച്ചസോ മറ്റോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്താ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞുതരും. വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നവർക്ക് ഒരു സമ്മാനമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതും കൂടെ മിസ്റ്റർ 5 പറയുന്നതാണ്. ഇത് ഷെയർ ചെയ്ത് നമ്മളെ സിഗ ഓട്ടോമേഷൻ എന്നുള്ള പേജ് ലൈക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ല അടിപൊളി ഗിഫ്റ്റാണ്. ഒരു 3 ബെഡ്റൂം കിറ്റ് 3 ആളുകൾക്ക് നമ്മള് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരാൾക്ക് കൊടുക്കുന്ന 3 ബെഡ്റൂം കിറ്റ് എത്ര രൂപ വർത്തുണ്ടാവും? 38,000 രൂപയോളം. അപ്പൊ 38,000 രൂപന്റെ 3 ആൾക്ക് അല്ലെ? അതായത് 38,000. അപ്പം ഏതായാലും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ പേരും കമന്റ് ചെയ്യണം കേട്ടോ അതിനകത്ത്.
അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ ഈ ഒരു ഇതിലേക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.